ഈ സാധനം കൊണ്ടിക്കോളി. ഏതാ സാധനം? പെരുന്നാളിന് മുന്നായിട്ടുള്ള ഒരു കച്ചവടം നടക്കുന്ന ദിവസമാണെന്ന്. ഇൻഷാല്ല ഒരു ഇടച്ചന്ത അടുത്ത് ശനിയാഴ്ച ഉണ്ട്. 58 രൂപ എനിക്ക് വരാലോ. ഇതൊക്കെ 400, 450 അങ്ങനെ ആ റേറ്റ് വരുന്ന 5OB പറഞ്ഞ ടൈപ്പ് കെട്ട കോഴികളാണ് കേട്ടത്. കഞ്ചേരി ചന്തയിൽ ഇപ്പൊ ചെറുതായിട്ട് മഴ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എത്ര 20 70 അല്ലേ? 55 കൊടുക്കും ലാസ്റ്റ്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് നമ്മുടെ കാക്കഞ്ചേരി ചന്തയിലാണ്. അപ്പോൾ കാക്കഞ്ചേരി ചന്തയിൽ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ ചന്ത താഴത്തു നിന്ന് മുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ NHന്റെ സൈഡിലായിട്ടാണ് ചന്ത നിലക്കുന്നത്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സൈഡിലായിട്ട് തന്നെയാണ് NHന്റെ തൊട്ടടുത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ചന്ത നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും. ഇപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് താൽക്കാലികമായിട്ട് ചന്ത നടക്കുന്നത്. ഇതവിടെ നമ്മളെ ഈ ചന്തയിൽ കോഴികൾ കിട്ടുന്നുണ്ട്. ആ കോഴികൾ 200, 250 അങ്ങനെ പല റേറ്റിലുള്ള കോഴികളാണ് ഉള്ളത്. നാടൻ കോഴിയാണ്. ഇതൊക്കെ ഇതാ അവിടെ കൊടലേരിക്ക ഉണ്ട് കേട്ടോ. കൊടലേരിക്ക വില കുറവാണ്. 300, 350, 400 ഒക്കെ ഉള്ളു. 400 വലിപ്പത്തിനനുസരിച്ച്. കുട്ടികളൊക്കെ ജോഡി 450, 400. ചന്തയിൽ ഇപ്പം നല്ല തിരക്കാണ്. ഇപ്പോൾ സമയം ഒരു 8 മണി ആയിട്ടുള്ളൂ. ഈ സമയം ചന്ത നല്ല ചൂട് പിടിച്ച കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. പോത്തുണ്ട്. ഇത് 49 റുപ്യ അങ്ങനെ ആ റേഞ്ചിലാണ് ഇന്നത്തെ നിലവാരം കേട്ടോ. ഇത് എത്ര നിങ്ങൾ പറഞ്ഞത്? ലാസ്റ്റ് പറഞ്ഞാല് മുതല് കിട്ടാൻ വേണ്ടേ? 1000 റുപ്യ മേലെ തരാം. 1000 റുപ്യ മേലെ ഉണ്ടാവും. കന്നു കൊടുക്കും. ഇതെന്താ മുതല് വെക്കാൻ നിങ്ങൾ? മുതലായ അതിന്റെ വില നിൽക്കുന്നത് 2.5 കിൻഡൽ ഉണ്ടാവും. 2.5 കിൻഡൽ കൊടുത്താലൊക്കൂല. ഇവിടെ പറഞ്ഞിട്ട് 1000 തന്നാല് ഇപ്പൊ എന്താ ഇറച്ചികൾ എന്താ 400 കുറച്ച് കന്നുണ്ട് അവിടെ. ഈ കന്നിന്റെ കാര്യം ഈ കന്നിനെ ചോദിച്ചേ ആ പറഞ്ഞോളി. ഇല്ല ഇവിടെ 55 60 പറയുമ്പോ നിങ്ങളോട് 40 ഞാൻ എന്താ പറയുന്നത് അറിയോ? ഉണ്ടാക്ക ഇത് നിങ്ങൾ പറഞ്ഞാ മതി. നിങ്ങൾ പറഞ്ഞാ മതി. 63 റേറ്റ് വരുന്നത് 40 റുപ്യ അല്ലേ? 40 കൊടുക്കല്ലേ? ഇത് എത്ര ഉണ്ടാവും തൂക്കം? 120 കിലോ ഉണ്ടാവും അല്ലേ? ഇത് വേറെ നിങ്ങളടുത്ത് ഒരുപാട് പോത്തുണ്ട് അല്ലേ? ഇതൊക്കെ നിങ്ങളുടെ ആയിക്കോട്ടെ. നിങ്ങൾ നമ്പർ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നമ്പർ ബുദ്ധിമുട്ട് തന്നെയാണ്. ഫുള്ള് ചളിയും പിന്നെ സൗകര്യം കുറവുള്ള ആൾക്കാർക്ക് വന്നെടുക്കാനുള്ള. പിന്നെ അങ്ങനെ റേറ്റ് ഒക്കെ വരണേ നിങ്ങൾ തന്നല്ലേ? 62 റുപ്യ. അപ്പൊ പെരുന്നാള് ലാസ്റ്റ് ആയതുകൊണ്ട് ചൂടായതുകൊണ്ട് ആവൂലേ ഈ റേറ്റ്? ഈ ഭാഗത്ത് ഇപ്പോൾ ഒരു കച്ചവടം നടക്കുകയാണ് കേട്ടോ. കച്ചവടത്തിന്റെ പരിപാടികളിലാണ് ഇപ്പോൾ. വില പേശുന്ന പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതാ ഇവരുടെ അടുത്തുള്ള ഈ പോത്തിനൊക്കെ റേറ്റ് വരുന്നത് 30 റുപ്യാണ് ചോദിക്കുന്നത് കേട്ടോ. 30 റുപ്യ പറഞ്ഞോ. എങ്ങനെയാ റേറ്റ് വരുന്നത്? എത്ര 20 70 റുപ്യ അല്ലേ? 55 കൊടുക്കും ലാസ്റ്റ്. എത്ര ഉണ്ടാവും ഇത്? 61 കിലോ അല്ലേ ഇറച്ചി? അത്യാവശ്യം വലിപ്പമുള്ള ടൈപ്പല്ലേ കൂറ്റനാട്? ഈ 2 പോത്തൊക്കെ എത്ര കൊടുക്കുന്നത്? 1.80 അല്ലേ? അത്യാവശ്യം തൂക്കം ഉണ്ടാവൂലേ? എത്ര ഉണ്ടാവും ഇപ്പോൾ? രണ്ടിന്റെ അടുത്തുണ്ടാവും. നല്ല അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. നല്ല ഈ സാധനം കൊണ്ടിക്കോളി. ഏതാ സാധനം? ഇതൊക്കെ പോലെ കൊണ്ടിക്കോളി. ഇതെങ്ങനെ റേറ്റ് ഒക്കെ വരുന്നപ്പോ? ഇത് 60 റുപ്യ. 60 ചോദ്യം പാകത്തിന് കൊടുക്കൂലേ? ഇത് 40 റുപ്യ. 40 റുപ്യ. ഓക്കെ, ചോദ്യാണ്. പിന്നെ എങ്ങനെയുണ്ട് ചന്ത? കുഴപ്പമൊന്നുമില്ല. ഉഷാറായിട്ട് നിങ്ങളുണ്ട്, മടങ്ങാൻ ആൾക്കാരുണ്ട്, കൊടുക്കാൻ ആൾക്കാരുണ്ട്. നമ്പർ കൂടി ഒന്ന് പറഞ്ഞെടുത്താലേ ഫാമിലൊക്കെ 98 46 33 85 96. പറഞ്ഞു തരൂല. എത്ര കിട്ടും നോക്കിയാണ്? വലിയ സൈസ് അല്ലേ? വലിയ സൈസ്. പിന്നെ ഈ ഇതൊക്കെ നിങ്ങൾ തന്നെ സാധനമൊക്കെ? അല്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമല്ല. എത്ര റേറ്റ്? വേറെ കൊടുത്തു 65. 65. ഓക്കെ.
ഈ പോത്ത് ചോദിക്കുന്നത് 48 ഒരു 45 സാധനം കൊടുക്കും. ഇതെങ്ങനെ റേറ്റ് തന്നെ? 34 റുപ്യ എന്നാ കൊടുക്കും അല്ലേ? പിന്നെ ഇതൊക്കെ 34 എന്നാൽ ഇതും കൊടുക്കും. അങ്ങനെയാണ് ചോദ്യം. 38 ആണ്, പക്ഷെ 34 ഒരു കൊടുക്കും എന്നാണ് പറഞ്ഞത്. നല്ല പോത്തും കുട്ടികളാണ്. മുപ്പര ഫാം, നിങ്ങളെ ഫാം ഇവിടെ മക്കരപ്പറമ്പ് അല്ലേ? ഓക്കെ. ഇതാ ചന്തയിൽ ഇതാ കച്ചവടം നടക്കുന്ന ഒരു പരിപാടി കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വെള്ളമൊന്നും കാണൂല. ഇത് ചന്തയിലെ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ ഈ കച്ചവടം നടക്കുന്ന ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കച്ചവടം ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര? 80 റുപ്യ അല്ലേ? എത്ര ഉണ്ടാവും ഇത് വെയിറ്റും കാര്യമൊക്കെ? 1.5 അല്ലേ? 1.40 ഉണ്ടാവും അല്ലേ? ഇപ്പൊ എന്താ പാട് ഈ ചന്തത്തെ പൊതുവെ കൊടുത്തില്ല? അത് ശരി. ഈ പോത്തളാണ് 51 മേനി വയ്ക്കുന്നത്. 51 മേനി. അത്യാവശ്യം തൂക്കം ഉണ്ടാവുമല്ലോ അല്ലേ? 1.5 ഉണ്ടാവും. 1.5 ഉണ്ടാവും. കൊടുക്കാൻ വരെ 58 രൂപയ്ക്ക് തരാം. ആ എനിക്ക് വരാലോ. 1 ഉറുപ്പ്യ ഉണ്ടാ പറഞ്ഞോ? അതാണ് കച്ചവടം. വൃത്തിയുടെ സാധനടാ. അയ്യത്താണോ? പോത്താണ്ടി അത് വേണോ? ഞങ്ങളൊരു അലക്കാരിക്കോട്ടെ പറ. ആചാര്യ വൃത്തിയുടെ സാധനം നോക്കിയാടി. സാധനം നോക്കി എത്ര റേറ്റ്? 52,000 മേടിക്കും. 52,000 മേടിക്കില്ല. ഇത് ചോർക്കുണ്ടാവും. ചോർക്കില്ലീനെ കായ് വാങ്ങാം. ഏതാ ഇത് ചോർക്കുണ്ടോക്കെ? ഈ പോത്തിന്റെ വില ഒന്ന് പറഞ്ഞു കൊടുത്താട്ടെ, അന്ന് കേൾക്കാതെ. ആ പോത്ത് കൊടുത്തു. ഈ പോത്തിന്റെ വില മതി. ഒന്ന് കൊടുത്തുട്ടാ. പോത്ത് കൊടുത്തേ. എങ്ങനെ റേറ്റ് തന്നെ? റേറ്റ് എന്താ പറയാ? 1.25. അതിന്റെ അരമണി കേട്ടാ. വെയിറ്റ് എത്ര ഉണ്ടാവും? വെയിറ്റ് 2ന്റെ അടുത്ത് 2ന്റെ വില ഉണ്ടാവും. 4 ഉണ്ടാവും അല്ലേ? ചന്തന്റെ വേറെ ഏരിയയിൽ ഓരോ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ ഏരിയയിൽ ഇങ്ങനെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ നാൾ അടുത്തുകൊണ്ട് അത്യാവശ്യം നല്ല ആളുകൾ വന്നിട്ടുണ്ട് ഇവിടെ. ചന്തന്റെ ഇന്നത്തെ നിലവാരം വേറെ ഏരിയയിൽ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് 90,000 മീനെ പോയിക്കുന്നത്. വലിയ ടൈപ്പാ. ഇത് 250 ഉണ്ടാവും. എന്താ വെച്ചാലേ ഇവിടെ ഈ സാഹചര്യത്തിനനുസരിച്ചുള്ള വില കൂട്ടി പറഞ്ഞ സമ്പ്രദായപ്പോഴുള്ളത് ഭയങ്കര വിലയാണ് നമ്മളെ ഈ മൃഗങ്ങൾക്ക് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കച്ചവടം നടക്കുന്നില്ല. ആളുകളൊക്കെ സാധനം നോക്കി പോവുകയാണ്. സാധനം കണ്ടുമാനം ഒന്ന് ഇറങ്ങുന്നുണ്ട്. ഒരു മര്യാദ വില പറഞ്ഞാൽ ഇത് കൊടുക്കാനില്ല. ഉദാഹരണം നാട്ടുകാരിൽ നിന്ന് പൈസ പിരിച്ചിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളമൊക്കെ. നമുക്ക് 5-10 പോത്തുകൾ വേണം. പക്ഷേ ആളുകൾ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വിലക്ക് നമ്മൾ വാങ്ങിയിട്ട് കൊടുക്കുമ്പോഴേ അതിലൊരു സുതാര്യത ഉണ്ടാവുള്ളൂ. അല്ലാതെ തോന്നിയ വിലക്ക് വാങ്ങി കൊടുക്കാൻ നമുക്ക് കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് 3.5 രൂപ വെച്ചിട്ടുണ്ട്. 3 അതെ അതെ. അത് 3 ഇഞ്ച് ഉണ്ടാവും. 3 സെക്കൻഡ് ഉണ്ടാവും. ചന്തയിൽ കച്ചവടം നടന്ന് ഒന്നിനെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. 46 രൂപ. ഇതാ ഇത് 30 രൂപയ്ക്ക്. അത് 27 രൂപയ്ക്ക്. ഇത് 18,000. ഇത് 19,000. ഒക്കെ പ്രായപൂർത്തിയായ പോത്തുകുട്ടികളാണ്. ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മളെ കയ്യിലില്ല.
വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെയിറ്റ് മീറ്റുള്ള ഇവരുള്ള ടീമല്ലേ ഇതൊക്കെ മൊത്തം? അതൊക്കെ ഇപ്പൊ പന്ത്രങ്ങാടി 16-നുള്ളതാണ്. ഇയാള് കരമ്പത്തുള്ളതാണ്, ഇയാള് വെളിമുക്കിലുള്ളതാണ്. നിങ്ങളെ ഫാമോട് നമ്മളത് അഞ്ചാലി പമ്പോസിന്റെ അവിടെ ഉണ്ട്. ഇതിപ്പോ പെരുന്നാ കച്ചവടമാണ്, അല്ലെങ്കിൽ ഇതൊക്കെ നിലവാരത്തിന് കിട്ടും. നിലവാരത്തിന് കിട്ടൂല്ലേ? ആ ഇതൊക്കെ എങ്ങനെ ഇപ്പൊ ഓല് ചോദിക്കുന്നത് പോലെ? ഇത് ഓല് 90 ഞങ്ങൾ 75 രൂപയ്ക്ക് ഞങ്ങൾ എടുത്തിന്. എടുത്തിട്ടുണ്ടല്ലേ? ആ. സാധനം സെറ്റാണല്ലേ? ആ ഇത് അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളും ആ ഉണ്ട് രണ്ടിൻ്റെ ഉണ്ടാവും. ആ എങ്ങനെ ഇപ്പൊ ചന്ത പൊതുവെ ഈ ആഴ്ച ചോദ്യം കച്ചവടം നടക്കുന്നില്ല. ഇവര് തൊഴിൽ തോന്നിയ വില ചോദിക്കണത്. ആ അതിപ്പം ആളുകൾ വാങ്ങൂല. നടന്ന് ലാസ്റ്റ് പിന്നെ പെരുന്നാളിന്റെ തലേന്ന് കിട്ടിയതിന് വാങ്ങും. ഇവര് ചന്ത ഇങ്ങനെ മാറി മാറി ഇവരും കൊണ്ട് കിടക്കും. നിലവാരത്തിൽ കിട്ടുമോ നമ്മൾ നോക്കും. ഇതിപ്പോ പിന്നെ രാവിലെ വന്നതല്ലേ, 2-3 മാണോ തൽക്കാലം ഒന്നിരുത്തിന് പോത്തറിഞ്ഞില്ല. ആ പോത്തുള്ളൂ, അല്ലാത്തൊക്കെ വിറ്റ് കഴിഞ്ഞു. ഇവിടെ ഇവിടെ ചരക്ക് കുറെ വിറ്റണ്. ആ ഇജാതി ചരക്ക് ഇവിടെ കൊടുക്കണേ. എന്തിനാ തർക്കിച്ചതിന്റെ ആവശ്യമില്ല. ഇജാതി നല്ല മുട്ടായി ചരക്ക് അതൊക്കെ. ആ ഇതൊന്നും കിട്ടൂല, നിങ്ങൾ പോകടുത്ത് കിട്ടൂല. ഇളത്തൊക്കെ ഇതൊക്കെ വരുന്ന പുറത്തുനിന്ന് അപ്പോഴത്തേക്കാണ്ട് വരുള്ളൂ. ആ നല്ല പണം കൊടുത്തിട്ട് കൊണ്ടുവന്നേരത്തേക്ക് ഇജാതി പോത്ത് ഇറങ്ങുള്ളൂ. ആ ഇതിപ്പൊ കഴിച്ചു. അതാ 10-46 പോത്തിന് ഞാൻ 5-8 പോത്തുള്ളൂ, അല്ലാത്തൊക്കെ വിറ്റ് കഴിഞ്ഞ്. ആ അല്ലാത്തൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ അടിച്ച് വീശി കൊടുക്കുക. ഈ വിലക്കൊന്നും ഇവിടെ ആരും പോത്തളൊക്കെ കൊടുക്കണില്ല, കൊടുക്കാൻ കഴിയൂലേ. ചോദിച്ചാൽ ആളുടെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇതൊക്കെ ഒരു 50 റുപ്യക്കാണ് കൊടുക്കാൻ പറ്റിയ പോത്തള. എന്താ വിഷയം? പാർട്ടി വന്നാൽ അതിൽ കുറച്ചും കൊടുക്കും. വെള്ളാമ്പറേ അതിപ്പോ എന്നോട് ഞാൻ പറയണോ? വെള്ളാമ്പറത്ത് തന്നെ നമ്മള് വെള്ളാമ്പരം ആ ഏരിയ മുഴുവൻ നമ്മൾ തന്നെയല്ലേ കൊടുക്കണേ. അതുണ്ട്, അവിടെ ഉണ്ട്. ആ കാളക്കന്ന് ആ മുരിക്കന്ന് കടി കൊടുത്താ ആ കാക്കാന്റെ ആ മുരിക്കന്ന് നമ്മളെന്താണ് ആ മുരിക്കന്ന് അത് കൊടുക്കാം. അതൊക്കെയാണ് അറക്കേണ്ടത്. ഇതൊക്കെ അറുത്താ നേരിട്ട് സ്വർഗത്തിച്ചാ കണ്ടത്. ഏതാ മൂരി? ഇതേമാതിരി മൂരി വേറെ ഒന്നും കൂടി ഉണ്ട്. ഇതുണ്ടാ ഏതാ കന്ന്? ഇത് നമ്മളതാണ്, ഇത് നമ്മളതാണ്. ആ പോത്താവും നമ്മൾക്കുണ്ട്. ചോദിച്ചോളി. ഇപ്പൊ ഈ ചേച്ചിനെ കച്ചവടം ഉണ്ടല്ലോ, പൊടി പൊടിച്ചാൽ തരും. വില കുറച്ചാ കൊടുക്കുക. ഇത് ചേച്ചുമ്പോ ചീപ്പ് റേറ്റ്. ഇത് വാങ്ങണോലും ഇത് വാങ്ങണോലും വൈറലാവും. ഇതാണ് പോത്താള്. ഇതാ ഇത് വാങ്ങണോ ലോകം ആകെ അറിയും. 1 കോടി ഉറുപ്പ്യ പോയാലും എന്താ ലോകം ആകെ അറിയും. അതല്ലേ പറഞ്ഞത്. ഇവന്റെ ചാനല് ദുനിയാവ് ഒന്നായിട്ടുണ്ട്. ഇതാണ് മൂരി, നമ്മളെ സ്വന്തം ആളാണ്. നിങ്ങൾക്ക് കജ്ജി കൊടുക്കണം. ഇജ്ജ് പരിചയം ഉണ്ട് അയാളെ. അയാള് ചെറിയൊരു റെസ്റ്റിലേന് ഇപ്പൊ ഇറങ്ങിയതാ. അയാള് ലോക വ്യാപാരിയാണ്, ബടാ വ്യാപാരി. കൊടുക്കാണ്. ഇതിൽ കൂടെ ഇപ്പൊ കൊടുക്കും. കോല എത്താതിനൊക്കെ കോലക്കേട്. 50 ഉറുപ്പ്യ വെച്ചിരുന്നൊക്കെ കോലക്കേടാ. ഈ ആദ്യം മുതല് ഏതാതൊക്കെ മുതല് ബാബോ ഒരു പെണ്ണം നമ്മൾക്ക് വാങ്ങൂല. കഴിഞ്ഞു പോയി. പോരി പോത്ത് ആ പൂത്തള വെച്ച് നമുക്ക് ആ ചെറിയ പൂത്ത ചോദിച്ചെന്നല്ലാതെ ഒന്നും വലുതാൻ വേണ്ടി. ഏതാ വേണ്ടി? നിങ്ങൾക്ക് എത്ര ഉണ്ട്? അതിനും നടക്കൂല. അതെ എന്താണ് മുതലിന് അതിന് ഇറച്ചിക്ക് 1 കിലോ ഇറച്ചിക്ക് 340 ഉറുപ്പ്യ 350 വിലയാണ്. പൈക്കള ഇറച്ചിക്ക്. അതിന് പോത്തല്ലത്, അതിന്റെ വില ചോദിക്കണ്ടേ? അതിന്റെ വിലക്ക് ചോദിക്കണ്ടേ? അന്നിന്റെ പോത്തിന്റെ വിലക്ക് ചോദിക്കണ്ടേ? ആയിക്കോട്ടെ, എന്നാലും അതിന്റെ ഒരു വിലക്കില്ലേ ചോദിക്കണ്ടേ? എന്നാ വരി ലാസ്റ്റ് തരാൻ മതി. ഇത് അച്ചോടം പറയണോ? ആ അച്ചോടം തന്നെ. എന്നാ പറയണ പറയാ ഒക്കെ നടക്കും. ഇപ്പോൾ ഈ കാണുന്ന 4 കന്ന പോത്ത് 95 മേനെയാണ് പറഞ്ഞത്. ഈ 4 നമ്മൾ താഴത്തുനിന്ന് കണ്ടതിനേക്കാളും വലിയ പോത്തുകളാണ് ഈ മോൾ ഭാഗത്തായിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ പോത്തുകളുണ്ട്. ഈ സൈഡിലും ആ താഴത്തുമായിട്ട് പോത്തുകൾ ഒരുപാടുണ്ട്. 1.15 കേട്ടോ. അതാ നമ്മൾ കണ്ട വലിയ പോത്താണ്, അല്ലാതെ ചെറിയ പോത്തല്ല. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അത്യാവശ്യം കിലോ കണക്കിന് ഉണ്ടാവും കേട്ടോ, കിൻഡൽ കണക്കിന് ഉണ്ടാവും. ഇവർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 നമ്മൾ ഈ കാണുന്ന ഈ മോൾ ഭാഗത്തു നിന്ന് പിന്നെ അതാ താഴത്ത് ഒരുപാട് കന്നുകളുണ്ട് കേട്ടോ. ഈ സൈഡിലൊക്കെ ആയിട്ട് ആ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് കന്നുകളുണ്ട്.
എന്താ ഈ കാണുന്ന കന്നിനൊക്കെ ഏകദേശം 60 റുപ്യാണ് റേറ്റ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് അല്ലേ? എത്ര തൂക്കം ഉണ്ടാവും ഏകദേശം? 250 കിലോ ഉണ്ടാവുന്ന പറഞ്ഞു കേട്ടോ. ഇതൊക്കെ ഏകദേശം ആ റേറ്റ് തന്നെ വരുന്നത്. 60 റുപ്യന്നെ അല്ലേ ഇത് വരുന്നത്? 60 റുപ്യല്ലേ വരുന്നത് ഇത്? ആ, ഇത് ഏകദേശം 60 റുപ്യാണ് ഈ റേറ്റ് വരുന്നത് ഈ കന്നുകളൊക്കെ ഈ കാണും. അപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ കുഞ്ഞാപ്പൂനെ എല്ലാവർക്കും അറിയാം. കുഞ്ഞാപ്പൂൻ്റെ ഏരിയയാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. ഈ ഭാഗത്തുള്ള പോത്തുകൾ അതേമാതിരി ഇതൊക്കെ നമ്മളെ വെള്ളാമ്പുറത്തുള്ള കുഞ്ഞാപ്പൂൻ്റെ ഏരിയയാണ് ഈ ഭാഗത്ത്. ഇതാ കുറച്ച് പോത്തും കുട്ടികളുണ്ട്. അപ്പോൾ അതിന് 18 റുപ്യാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഈ പോത്ത് ഇത് 95 റുപ്യ വെച്ചിട്ടുണ്ട്. പോത്ത് 3 ഇൻഡിൽ ഇറച്ചി ഉണ്ടാവും. ഒരു പോയിട്ട് നിങ്ങൾ ഓടിച്ചണ്ട. ഇത് ഞാൻ നിങ്ങളോട് വേറെ വില അറിഞ്ഞവർക്ക് പറയില്ല. ഇതാ പോത്ത്, ഇത് ബബ്ബേരി കന്നാ. ആ വേറെ ഈ പോത്ത് ഇതോ, ഈ വേറെ 2 പോത്ത് വേറെ ഉണ്ട്. ഇതാ കാളാരാണ്, വലിയ കാളാരുണ്ട് അവിടെ വെക്കണ. ആ കാളാരൊക്കെ ഇതാ പൈക്കുട്ടികൾ. ഈ ആഴ്ച പെരുന്നാൾ കച്ചവടമാണ്. പെരുന്നാളിന്റെ ഇതിന് വിൽക്കുക തന്നെ. ഇതാ ഈ കാളാരൊക്കെ ഇപ്പം നമ്മൾ വിറ്റ് തന്നെയാണ്. നോക്കിയാണ് നിങ്ങൾ ഇതൊക്കെ നോക്കിയാണ് നോക്കി. ഹേയ് പറമാണി കന്നാ, കുഞ്ഞാപ്പൂന്റെ കന്ന് കുഞ്ഞാപ്പൂന്റെ തന്നെ അതേമാതിരിക്ക് കയറാം. കുറച്ച് തുളിപ്പ് വേറെ കയറാം. അത് ഫുള്ളിന്റെ വന്ന ഈ ആ വാം വരെ. എന്നാ ഏതാ വണ്ടിയേ? ഏതാ വണ്ടിയേ? നമുക്ക് വലിയ ആളാരാണോ ഈ കാളാര് വേണോ? ഇങ്ങോട്ട് നോക്കി ഇതാ കണ്ടാള്. ഇതൊക്കെ ഒഴിച്ച് പിടിച്ചണം കന്നാളെ കാണണമെങ്കിൽ. പിടിച്ചാ ഇതാണ് കാളാര്. അവിടെ നിന്നിട്ട് കാര്യമില്ല, കന്നുണ്ടല്ലേ ആ കാളൊക്കെ അമ്മതാ. 89 43 21 25 05 കുഞ്ഞാപ്പൂന്റെ വെള്ളാമ്പുറത്തെ കുഞ്ഞാപ്പൂ. നിങ്ങളുടെ അടുത്തുള്ള നിലവാരം എങ്ങനെ റേറ്റ്? 40 റുപ്യ. അതായത് എത്ര അത്യാവശ്യം തൂക്കം ഉണ്ടാവില്ല? ഒരേ ഇതല്ലേ? ഏതാ ഇനത്? ഒരേ ഐറ്റം കന്നല്ലേ? നിങ്ങളെ ഫാം ഇവിടെ വരുന്നേ? രാമനാട്ട പുല്ലുംകുന്ന്. ഞങ്ങളെ നമ്പർ ഒന്ന് പറയാം, ആവശ്യമുള്ള ആൾക്കാർ നിങ്ങളായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. 96 05 42 05 82. ഇന്നും ലോഡ് വരാണ്ട് നാളെയൊക്കെ ഉണ്ട്. ഒക്കെ ഉണ്ടല്ലേ? സാധനം ഇഷ്ടം പോലെ വരാണ്ടല്ലേ? സ്ഥിരമായിട്ടുള്ള കച്ചവടമാണ്. നമുക്കറിയാം. ഇവിടെ നമ്മൾ ഒരുപാട് താഴ്ത്തുന്ന കണ്ടിട്ട്. അതെ. ഈ പോത്തൊക്കെ എത്ര റേറ്റ് തന്നെ പറഞ്ഞത്? 130 കേട്ടോ ഈ പോത്ത് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇതാ കാണാൻ മാത്രം ഉണ്ട് സാധനം കേട്ടോ. എത്ര ഉണ്ടാവും? എത്ര തൂക്കം ഉണ്ടാവും? 4 ഉണ്ടല്ലേ? പിന്നെ ഇതൊക്കെ എങ്ങനെ റേറ്റ് തന്നെ? ഇതൊക്കെ ഇത് 85, അത് 85, അത് 95, പിന്നെ മറ്റേതോ 70. അങ്ങനെ ആ തല വരെ കുറയുന്നുണ്ട്. പല റേറ്റിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ? നല്ല പോത്ത് 5 പോത്ത് 4 പോത്തുകളുണ്ട്. 4 പോത്ത്. ഇതൊക്കെ ഒരു 3 കിൻഡിലിച്ച് വരും. ഇതൊരു 2.25 വരും. 2.25. അതിനൊക്കെ അല്ലല്ല, അതിന് ഒരു 1.10. ഈ 3 ഇതിനൊരു 95 90 ആ ലെവൽ കൊടുക്കും. ഈ പോത്തൊക്കെ നമ്മളതാണ്. ഇതൊക്കെ ഒരു 30 റുപ്യ വരും. ഈ പോത്തുകുട്ടികള് ഉണ്ട് ഇറച്ചി ഉണ്ട്. അല്ല ഇറച്ചിയുള്ള പോത്തുകുട്ടികളാണ്. ഇത് 1.10 വയസ്സിന്. 1.10 വയസ്സിന്. ഇത് 3ന്റെ മേലുണ്ടാവും. 3ന്റെ മേലുണ്ടാവും. അത് 90 റുപ്യ വെച്ചിന്. ഇത് 3ന്റെ മേലുണ്ടാവും. മറ്റേ 2.5 കിലോ. നമ്മളെ കാക്കഞ്ചേരി ചന്തയിൽ ഡ്രസ്സിൻ്റെ കച്ചവടം, അതേപോലെ ഇതാ കത്തി അങ്ങനെയുള്ള സാധനങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ അതേപോലെ ഇതാ നമ്മളെ മഞ്ഞൾ, കാവുത്ത് അങ്ങനെയുള്ള സാധനങ്ങളും ഉണ്ട്. പിന്നെ ആ സൈഡിലാണെന്നുണ്ടെങ്കിൽ കാണുന്നത് ഇതാ പച്ചക്കറി വിത്തുണ്ട്. ആ മഴക്കാലത്ത് നടാൻ പറ്റിയ ഒരുവിധം എല്ലാ വിത്തുകളും ഉണ്ട് കേട്ടോ അവിടെ. 10 റുപ്യാൻ്റെ ഒരു പച്ചക്കറിൻ്റെ വിത്ത് കൊണ്ടായാൽ മതി. നമുക്ക് ഈ കീടനാശിനി അടിച്ച തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരണ്ട ഈ പച്ചക്കറി ഉണ്ടാക്കണ്ട. ഒരുപാട് കത്തികളുണ്ട് നമ്മളെ കാക്കഞ്ചേരി ചന്തയിൽ വരുന്നത്. ഇതാ നല്ല ഇറച്ചിക്കത്തിയാണ്. ഇത് ഇറച്ചിയൊക്കെ മുറിക്കാൻ പറ്റിയ കത്തി. ഇതെങ്ങനെ റേറ്റ് വരുന്നേ? 140 കേട്ടോ. പിന്നെ അതൊക്കെ ഇതാ ഇവിടെ ഒരുപാട് വേറെ കത്തികളുണ്ട്. നമ്മൾ അരിയാൽ കത്തി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ അവിടെ ആ സൈഡിലാണെന്നുണ്ടെങ്കിൽ വലകളുണ്ട്. മറ്റുള്ള ചന്തയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ പച്ചക്കറി അങ്ങനെ എല്ലാ സാധനവും ഉണ്ട്. ഇതാ ഇവിടെ ഈ സൈഡിൽ നമ്മളെ ഉണക്കലി ഉണ്ട്.
കവുങ്ങും തൈ അല്ലേ? നല്ല കവുങ്ങും തൈ ഇതാ. കാസർഗോഡൻ കവുങ്ങും തൈ മൂപ്പര് ഇതൊരു 10-15 രൂപ കൊടുക്കാം. നല്ല ഊതുകൾ വേണമെന്നുള്ളവർക്ക് അതുണ്ട്. പിന്നെ പൂള അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കിട്ടാത്ത സാധനങ്ങൾ വളരെ കുറവാണ്. ഇപ്പോൾ ഈ സൈഡിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക ആവശ്യത്തിനായിട്ടുള്ള വിത്തുകളാണ് ഈ കാണുന്നത്. പിന്നെ പഴം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സൈഡ് ഫുള്ള് സാധനം ഉണ്ട് കേട്ടോ. കാക്കഞ്ചേരി ചന്തയിൽ ഇപ്പോൾ ചെറുതായിട്ട് മഴ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചന്ത ഫുള്ള് ഉഷാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതുവരെ നേരത്തെ പെയ്ത മഴയെന്ന് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് മഴ ഒന്നുകൂടി സ്ട്രോങ് ആയിരുന്നു കാക്കഞ്ചേരി ചന്തയിൽ. ഇടച്ചന്ത വരെ ഉണ്ട് അടുത്ത ശനിയാഴ്ച. കന്നക്കട നിലവാരമുണ്ടോ? നല്ല വിൽപ്പന നടക്കും. പെരുന്നാൾ അടുപ്പിച്ചായതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത്. ഇപ്പോൾ ഒരു ഉറുപ്പ്യ വരുന്നത് വരെ ഇപ്പോൾ 1.25 1.50 പറയുന്നത്. അപ്പോൾ നമ്മൾ കാക്കഞ്ചേരി ചന്തത്തെ കാഴ്ചകളൊക്കെ കണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണും കൂടി അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം.